ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ നമ്മളെല്ലാവരും സുന്ദരി മണികളായിട്ട് നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തേക്ക് പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതാ അങ്കമാലിയിൽ നിന്നാണ് കേട്ടോ പോണത്. ചേച്ചിയും ഏട്ടനും കൊച്ചും ഏട്ടൻ്റെ അമ്മയും എല്ലാവരും ഉണ്ട്. ഏട്ടൻ്റെ കാറിലാണ് പോണത്. അപ്പോൾ അതാ പിള്ളേരെയും കൊണ്ട് പോകുമ്പോൾ ഇവർക്ക് വേണ്ടില്ലാത്ത സാധനങ്ങളൊന്നുമില്ല. 2-3 ജോഡി ഡ്രസ്സും വെള്ളവും പാലും കുപ്പിയും എല്ലാം ഏറ്റി പിടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇന്നലെ രാത്രി എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നേരത്തെ കിടന്നോളും, നാളെ 5 മണി നമുക്ക് എണീച്ച് അമ്പലത്തിലേക്ക് പോകണം, നാളെ വൃശ്ചികം 1 അപ്പം അതുകൊണ്ട് തന്നെ ചോറ്റാനിക്കര അമ്പലത്തിൽ നല്ല തിരക്കുണ്ടാവും. മലയ്ക്ക് പോകുന്നവരൊക്കെ ഒരുപാട് പേര് തൊഴാൻ വരുന്നുണ്ടാവും. നേരത്തെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി തന്നെ എല്ലാവരും കൂടി സംസാരിച്ച് ഒന്ന് ഉറങ്ങാൻ കിടന്നപ്പോൾ തന്നെ 10-11 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ ഉറങ്ങി വരുമ്പോഴേക്കും സമയം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ രാവിലെ നമ്മൾ നീച്ചിട്ട് തന്നെ 5:30-6 മണി ആ ടൈമിൽ നീച്ചിട്ടുണ്ടായിരുന്നു. ഇതാ റെഡിയായി നമ്മളെല്ലാവരും ഇറങ്ങിയപ്പോൾ 7 മണിയുടെ അടുത്തായിട്ടുണ്ടായിരുന്നു. സനുവിന് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. ഇന്നലെയും ഫുള്ള് രാത്രി കാറിൽ അവൾ ആകെ ടയേർഡായിരുന്നു. ഇന്ന് രാവിലെ നീപ്പിച്ചപ്പോൾ അവൾ ആദ്യം ചോദിച്ചത് നമ്മൾ ഏത് വണ്ടിയിലാണ് പോണത്, ഇന്നലെ വന്ന കാറിൽ തന്നെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കാറിലാണെങ്കിൽ ഞാനില്ല, ഞങ്ങളെല്ലാവരും കൂടി പൊക്കോ, ഞാൻ വീട്ടിലിരിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. സനുവിനെ മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും കാറിലാണ് പോകണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക, രാവിലെ നീച്ച് ഓക്കെ ആയി. പക്ഷെ എന്നാൽ പോലും കാറിൽ പോകുമ്പോൾ ഛർദ്ദിക്കില്ലോ എന്നൊരു ടെൻഷനോട് കൂടിയിട്ടാണ് കേട്ടോ വണ്ടിയിൽ കയറിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാനിത് ആരും തന്നെ വിക്സൊക്കെ തലയിൽ തേച്ച് നമ്മൾ ചായയിൽ റസ്ക് മുക്കി കഴിച്ച് അതിന് ശേഷം ഛർദ്ദിക്കുള്ള ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. നേരത്തെ എല്ലാവരും ഉറക്കം മതിയാവാണ്ട് ഉറക്കക്ഷീണത്തിന് നീപ്പിച്ച കാരണം തോന്നുന്നു, ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ എല്ലാവരും. അതെ, സനും ഞങ്ങളും എല്ലാവരും കാറിൽ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയത് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതായത് ഞങ്ങളവിടെ ചോറ്റാനിക്കര വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര വെള്ളം ദാഹം. എന്തോ ഭാഗ്യത്തിന് ഞാൻ ഛർദ്ദിച്ചില്ല കേട്ടോ. നമ്മൾ തലേ ദിവസം നമ്മൾ ചെറുതൂരത്തിൽ നിന്ന് ഇവിടെ എത്തുന്നത് വരെയും ഛർദ്ദിച്ചില്ല. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ അങ്കമാലിയിൽ നിന്ന് ചോറ്റാനിക്കര അമ്പലത്തേക്ക് എത്തുന്നവരെയും ഞാൻ ഛർദ്ദിച്ചില്ല. ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഛർദ്ദിച്ചില്ലെങ്കിൽ എന്തായാലും ഞാൻ ഏട്ടനോട് പറയും. ആദ്യമായിട്ടാണ് ഇങ്ങനെ എന്താ പറയുക, ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത സ്റ്റോപ്പിലേക്ക് എത്തേണ്ട താമസമേ അപ്പോഴേക്കും ആകെ ഛർദ്ദിക്കാനൊക്കെ വരും. ചേച്ചി പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ വീട്ടിൽ നിന്ന് കയറി ഉടനെ കുറച്ച് എത്തുമ്പോഴേക്ക് ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പകുതിക്ക് വണ്ടി നിർത്തി ലെമൺ സോഡയൊക്കെ കുടിച്ച് ഒന്ന് ഓക്കെ ആയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വീണ്ടും പോയത്. വൃശ്ചിക മാസം 1-ാം തീയതി അമ്മ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, എന്നാൽ തിരക്കില്ല താനും. അങ്ങനെയായിരുന്നു, അത്യാവശ്യം നമ്മൾ എന്താ പറയുക, കുത്തി തിരക്കാൻ മാത്രമുള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ആ ഒരു തിരക്കുണ്ടായിരുന്നു. പിള്ളേരേനെയൊക്കെ ആ തിരക്കിൻ്റെ ഇടയിൽ വിടാനൊന്നും പറ്റില്ല, അമ്മാതിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാനിതാ അപ്പോൾ 2-ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഈ ചോറ്റാനിക്കര അമ്പലത്തേക്ക് പോകുന്നത്. നമ്മുടെ സനുവിന് ചോറ് കൊടുക്കാനും അതുപോലെ തന്നെ തുലാഭാരത്തിന് വേണ്ടിയിട്ടും ഒരു തവണ പോയിട്ടുണ്ട്. അതായത് ഇപ്പോൾ സനുവിന് 6 വയസ്സല്ലേ ആവാൻ പോകണം, 6 കൊല്ലമായി സത്യം പറഞ്ഞപ്പോൾ ഈ ചോറ്റാനിക്കര അമ്പലത്തേക്കൊന്ന് വന്നിട്ട്. അപ്പോൾ അത് നമ്മുടെ ജിതിനേട്ടന് സൗമ്യ ചേച്ചിക്കൊക്കെ വഴിപാടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അമ്പലത്തേക്ക് വന്നിക്കണേ. ചേച്ചിക്ക് അവിടെ വഴിപാടായിട്ട് വിളക്ക് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലത്തെ അവിടെ മെയിൻ വഴിപാടാണ് കീഴ്ക്കാവിലും മേൽക്കാവിലും നമ്മളിങ്ങനെ പട്ടും അതുപോലെ തന്നെ ശർക്കരയും വെക്കൽ. അവിടുത്തെ അതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പട്ട് വെക്കണത് നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ കീഴ്ക്കാവിലും അതുപോലെ തന്നെ മേൽക്കാവിലും ആ ഒരു പട്ടും ശർക്കരയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറി കിട്ടുന്നൊക്കെ ആണ് കേട്ടോ അവിടെ പറയുന്നത് കേൾക്കുന്നത്. എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല, എനിക്കങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല. അവിടുത്തെ വഴിപാട് ശർക്കരയാണെന്ന് അറിയാം. അതായത് ഇപ്പോൾ നമ്മുടെ സനുവിന് തുലാഭാരത്തിന് വേണ്ടി പോയപ്പോൾ നമ്മളങ്ങനെ തുലാഭാരം ചെയ്യണമെന്ന് വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെ പോയപ്പോൾ അവർ പറഞ്ഞതാണ് കേട്ടോ, ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാട് ശർക്കരയാണ്, അതുകൊണ്ട് ചെയ്യണത് നല്ലതാണ്. ഇന്ന് പോയപ്പോഴാണ് കേട്ടോ അവർ പറഞ്ഞത്, നമ്മൾ ഈ ശർക്കരയും പട്ടും വെക്കണത് അവിടുത്തെ ദേവിക്ക് സമർപ്പിച്ച് നമുക്ക് നല്ല ഐശ്വര്യം കിട്ടും, നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർന്ന് കിട്ടും എന്നൊക്കെ അവർ പറഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ അറിയാൻ പറ്റിയത്. കൂടുതൽ ആ ഒരു അവിടുത്തെ വഴിപാടിനെ കുറിച്ച് അറിയാൻ പറ്റിയത് ഇപ്പം ഇന്ന് പോയപ്പോഴാണ്. അങ്ങനെ ഇതാ അവിടെ വിളക്കൊക്കെ വെച്ചു വഴിപാടുകളൊക്കെ ചെയ്തു. അതിന് ശേഷം നമ്മുടെ ജിതിനേട്ടനെ തുലാഭാരം നേർന്നിട്ടുണ്ടായിരുന്നു. അരി കൊണ്ടാണ് കേട്ടോ നേർന്നത്. തുലാഭാരത്തിൻ്റെ അവിടെ നിന്ന് അത്യാവശ്യം അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു 5 വർഷം മുന്നേ വന്നപ്പോൾ സനുവിന് ചോറ് കൊടുക്കാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന തിരക്കൊന്നും ഇപ്പം ഇല്ലയെന്നാണ് തോന്നുന്നത്. അന്ന് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. വരിയിലൊക്കെ നിൽക്കുമ്പോൾ എന്താ പറയുക, ഒരുപാട് വരിയുണ്ടായിരുന്നു. നല്ല തിക്കിലും തിരക്കിലും നിന്നിട്ടായിരുന്നു കേട്ടോ ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ തൊഴാനൊക്കെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് നല്ല തിരക്കോട് കൂടിയിട്ടായിരുന്നു. അപ്പോൾ ഇതാ ജിതിനേട്ടനെ തുലാഭാരം ചെയ്യാനിതാ അവിടെ നിന്ന് തന്നെ ചാക്ക് അരി എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്.
എനിക്ക് ഈ ഒരു വഴിപാടിൽ തോന്നിയിട്ടുള്ളത് എന്താണെന്നറിയില്ല, ഈ അമ്പലത്തിൽ ഇങ്ങനെ കണ്ടത് കൊണ്ടായിരിക്കാം ഫുള്ള് നമ്മൾ എന്താണോ നേർന്നത് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാ അമ്പലത്തിലും ഒരു ഗ്ലാസ് അല്ലെങ്കിൽ കട്ട അങ്ങനെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ മറ്റുള്ളവർ പഴം കൊണ്ടായാലും ശർക്കര കൊണ്ടായാലും അരി കൊണ്ടായാലും ഒക്കെ അതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. അവിടെ ചെന്നപ്പോൾ അവർ ചെയ്യണ കണ്ടപ്പോൾ ഇവർക്കില്ലാത്ത വാശിയില്ല, സനൂനും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് എന്താ പറയുക വാശി പിടിക്കുകയായിരുന്നു. അതിലുപരി കുഞ്ഞാറ്റ കരയുന്നത് ഇതിനൊന്നല്ല കേട്ടോ, അവൾ വെറുതെ ഫുള്ള് വാശി പിടിക്കുകയായിരുന്നു. ഓരോ കാര്യത്തിനും എന്താ പറയുക നമ്മൾ എടുക്കുന്നതിനും അതുപോലെ നടക്കാൻ സമ്മതിക്കാത്തതിനും ഒക്കെ ഫുള്ള് വാശി തന്നെയായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ചോറ്റാനിക്കരമ്മേനെ തൊഴാൻ പറ്റുന്നോ അവിടെ പോവാൻ പറ്റുന്നോ ഒന്നും ഞങ്ങളങ്ങനെ നേർന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് എന്തോ ഇവിടെ വന്നപ്പോൾ എനിക്കങ്ങനെ പോവാൻ പറ്റി. ഭയങ്കര ഒരു സന്തോഷമായി, മനസ്സിനൊരു തൃപ്തിയായി. എന്താ പറയുക, നമ്മൾ ആ അമ്പലത്തിൽ ചെന്നപ്പോൾ ഒരു സമാധാനം അതുപോലെ ഒരു സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക് അവിടെ ചെന്നപ്പോൾ. പിന്നെ എന്താ പറയുക, ഭയങ്കര ടയേർഡായിട്ടല്ലേ പോയിട്ടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നേരം അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ അങ്ങനെയൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് കാരണം എന്ന് പറയാനൊന്നുമില്ല. നമ്മുടെ കുഞ്ഞാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, സനു ആയാലും ഓടുക, പിന്നെ നമ്മൾ അത്യാവശ്യം ടയേർഡും ആണല്ലോ, അതുകൊണ്ടായിരുന്നു കേട്ടോ. അല്ലാണ്ട് സത്യം എനിക്ക് ഭയങ്കര തൃപ്തി, ഒരുപാട് സന്തോഷം തോന്നി അമ്പലത്തിലേക്ക് അങ്ങനെ പോകാൻ പറ്റിയതിൽ. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തതായിരുന്നല്ലോ. ചോറ്റാനിക്കരമ്മയുടെ ആ ദർശനം കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ അതാ ഇവർക്ക് കളിപ്പാട്ടം 3 പേരും 3 എണ്ണമായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടെന്ന്. അവസാനം ദേ വീട്ടിൽ വന്നപ്പോൾ 3 പേരും തല്ലുകൂട്ടായിരുന്നു. ഒരാൾക്ക് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ദേ അമ്പലത്തിൽ നിന്ന് ഉണ്ണിയപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ നമ്മൾ 7 മണിക്കൊക്കെ പോയതല്ലേ, പിന്നെ നമ്മളവിടെ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ തന്നെ 10-10:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞങ്ങളിതാ മസാല ദോശയൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചിട്ട് നമ്മുടെ സനു ഒരു പൊറോട്ട കഴിച്ചു. അങ്ങനെ വരുന്ന വഴിക്ക് അമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഏകദേശം ഉച്ചയായപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൂടി കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.